ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് ബോൾസിൻ്റെ റെസിപ്പി കൊണ്ടാണ്. ഇതിൽ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കുന്നില്ല. നല്ല ഈസി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ബോൾസാണ്. അതിൻ്റെ അകത്ത് വേറൊരു ഫില്ലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങളുടെ അടുത്ത് ബാക്കി വന്നിട്ടുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ, കറിയിൽ നിന്ന് ബാക്കിയുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷോ മട്ടനോ ബീഫോ അതൊക്കെ ബാക്കി വന്നതുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് ആക്കണ്ട, ബാക്കിലോട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. 2 സവോള കനം കുറച്ച് അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കളറൊന്നും അങ്ങോട്ട് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാലപ്പൊടി ഇല്ലയെന്നാണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം കട്ട്ലേറ്റ് നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് വേണമല്ലോ. അതിന് പകരം ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിന് അകത്തൊരു മിക്സിങ്ങിനായിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കൂലേ, കുറച്ച് തേങ്ങയും മല്ലിയില, പച്ചമുളക്, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു ഗ്രീൻ കളർ പച്ച കളറുള്ള ചമ്മന്തി ഇല്ലേ അതുണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, ചിക്കൻ്റെ മാവ്, അത് ഒന്ന് ബോൾസാക്കിയിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഈ ചമ്മന്തി ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഞാനിത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റെസിപ്പി ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഒന്ന് ബോൾസ് പരുവത്തിലാക്കിയെടുക്കുക. കണ്ടോ? അപ്പോൾ നല്ല എളുപ്പമല്ലേ. ഇനിയിപ്പോൾ കട്ട്ലറ്റ് ആക്കിയെടുക്കണമെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലായി കിട്ടും ചെയ്യും. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുക്കുക അത് കുറച്ചൊരു പണിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ബ്രെഡ് കൊണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളം, ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ മുട്ട ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രെഡ്, ആ സൈഡ് കളഞ്ഞ ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ വീട്ടിലുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോൾസ് ഈ കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. വീണ്ടും ഇതിൽ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 തവണ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഡബിൾ കോട്ടിങ് വരുമ്പോൾ നല്ല ക്രിസ്പായിട്ടുള്ളൊരു ബോൾസായിട്ട് കിട്ടും. അതിനാണ് ഡബിൾ കോട്ടിങ് ചെയ്യുന്നത്, 2 പ്രാവശ്യം കോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ചൂടില്ലാതാണെങ്കിൽ അത് എണ്ണ വല്ലാണ്ട് കുടിച്ചു പോകും. നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ആക്കിയെടുക്കണം. പിന്നെ പൊട്ടാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലർ എന്താ പറയുക, സ്പൂൺ കൊണ്ടൊക്കെ ഭയങ്കര ഹാർഡായിട്ട് ആക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്ത പാടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഒന്നങ്ങോട്ട് ഒരു വശം കുക്ക് ചെയ്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ 2 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ആക്കി. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടും കൊടുക്കരുത് കേട്ടോ. ഒരു 2 3 ബോൾസ് ഇതുപോലെ ചീനച്ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ആക്കുമ്പോഴും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കട്ട്ലറ്റ് ബോൾസാണ്. ഇതിനകത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല. അകത്ത് ആ ഒരു പച്ച ഫില്ലിങ് കാണുമ്പോൾ നല്ല രസമാണ്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഈ പച്ച ചട്നിയും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.